ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കറിയൊന്നും വെക്കണ്ട. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ തന്നെ പകുതി പണികൾ കുറഞ്ഞ പോലെ തോന്നിയത്. അപ്പോൾ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കണ്ട, ഇതേപോലെ തട്ടിക്കൂട്ട് പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവലോസ് പൊടി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പാലൊഴിച്ച് ചായ ഉണ്ടാക്കിയിട്ട് അവലോസ് പൊടിയിൽ ഒഴിച്ച് അത് കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കൂടാണ്ട് പാല് മധുരം ഇട്ടിട്ട് അവലോസ് പൊടിയിൽ ഒഴിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാട്ടോ. ഇത് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ വിചാരിക്കും കൂടുതലായിപ്പോയി വെള്ളം തോന്നും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് വരും, ഉണങ്ങിയിരിക്കും. അപ്പം അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെയും അതിലോട്ട് ചായ ഒഴിച്ചിട്ടാണ്, എനിക്ക് ഇത്തിരി നനവോടുകൂടി കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത്തിരി ചായ ഒഴിച്ചിട്ടാണ് ഞാനും കുടിച്ചത്. പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, കുറച്ച് മാങ്ങ ചെത്തിയതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചായയും കൂടി കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കൽക്കായപ്പോൾ ഞാൻ 1 മണിയൊക്കെ ആയപ്പോൾ പിന്നെയാണ് അടുക്കളയിലേക്ക് വന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ തട്ടിമുട്ടിയൊക്കെ നടന്നു. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്തായാലും ചിക്കൻ കറി ഉള്ളതല്ലേ, അപ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിട്ട് വേഗം നെയ്ച്ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ കുക്കറിൽ തന്നെ അരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുക്കറൊക്കെ സ്റ്റൗമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാൽഡയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് മേടിച്ചത് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഡാൽഡയുടെ സ്മെല്ല് മാത്രമേ ഇവിടെ ഇഷ്ടമുള്ളൂ നെയ്ച്ചോറിൽ. നമ്മുടെ സാധാരണ നെയ്യ് ഒഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിച്ച് സബോള ഇട്ട് കൊടുത്ത് മസാലകൾ, കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം അതൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം പാകത്തിന് ഒഴിച്ച് 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്താ വെച്ചാൽ കുതിർത്തിട്ടൊന്നുമില്ലല്ലോ വെള്ളം. എന്നിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്ത് ഒരു 2 വിസിൽ കളഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ട്. അപ്പോഴേക്കും 1:30 മണിയായപ്പോഴത്തേനും ചോറ് റെഡിയായി. 1 മണിക്കാണ് ഞാൻ വെക്കാൻ വന്നതെന്ന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ അത്രയും മടി പിടിച്ച് ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ മോരും ഉണ്ടായിരുന്നു. മോര് ഞാൻ മോരാക്കി എടുത്ത് ചെയ്ത് ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ ലഞ്ച് കഴിച്ചു. ഞാൻ കഴിച്ചത് നെയ്ച്ചോറൊന്നുമല്ല കേട്ടോ. എനിക്ക് നെയ്ച്ചോറ് കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല. എനിക്ക് പൊതുവേ നെയ്ച്ചോറ് ബിരിയാണിനോടൊക്കെ വലിയ ഇഷ്ടമില്ല. പിന്നെ വെറും ചോറിനോടൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. ഞാൻ കഴിച്ചത് ഫ്രിഡ്ജിലിരുന്നതേ ഉപ്പേരികളൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ മോരും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരാണ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.